ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വായിക്കുന്നു. മത്തായി 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും അവർ ജീവിക്കുന്ന, അതായത് പ്രവർത്തിക്കുന്ന ഭൗതിക ലോകത്തെക്കുറിച്ച് അറിയാം. എന്നാൽ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന ആത്മലോകത്തെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ യേശു പ്രവർത്തിച്ചത് അദൃശ്യ ലോകത്ത് നിന്നുകൊണ്ട് ദൃശ്യലോകത്ത് പ്രവർത്തിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതം വിജയകരമായിരുന്നു. എഫേസ്യർ 5:1 പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ യേശു അദൃശ്യ ലോകത്ത് നിന്നുകൊണ്ട് ദൃശ്യലോകത്ത് പ്രവർത്തിച്ച് വിജയം കൈവരിച്ചതുപോലെ യേശുവിൻ്റെ പ്രിയ മക്കളായ നാമും ദൈവത്തെ അനുകരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. അതായത് ആത്മലോകത്തെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. എങ്ങനെയാണ് ഈ അദൃശ്യ രാജ്യം അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് ഈ ആത്മരാജ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? മനുഷ്യന്റെ ആത്മാവിന് ഈ അദൃശ്യ രാജ്യവുമായിട്ടുള്ള ഈ ബന്ധം എന്താണ്? അതായത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ആത്മീയ ലോകത്തിലെ വളർച്ച എങ്ങനെ പ്രാപിക്കുവാനായി കഴിയും? ഒരിക്കൽ ചില പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ വരും? ലൂക്കോസ് 17:20-21 വായിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നാം ശ്രദ്ധിക്കണം, യേശു പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. യേശു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നതാണ്. നാം നോക്കുമ്പോൾ ഇന്ന് കൂടുതൽ പേരും സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ മറ്റു ചിലരെ നോക്കുമ്പോൾ തങ്ങളുടെ മരണശേഷം ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ പോകുന്നവർ. എന്നാൽ വളരെ ഒരു ചെറിയ വിഭാഗം പേർ മാത്രം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവരാജ്യത്തിൽ ഇപ്പോഴേ ജീവിക്കുവാൻ തുടങ്ങുന്നവരാണ്. എബ്രായർ 11:27 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? മോശയുടെ ജീവിതത്തിൽ അവിടെ പറയുന്നു, മോശ മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളെ അവൻ ചെയ്യുവാൻ തുടങ്ങി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരണമെങ്കിൽ ഒരൊറ്റ കാര്യം നാം ചെയ്യണം. ഈ അദൃശ്യ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഈ ദൃശ്യലോകത്ത് നാം പ്രവർത്തിക്കണം. നാം എപ്പോൾ ഭൗതിക കണ്ണുകൊണ്ട് കാണുന്ന ലോക രാജ്യത്തെ നിയന്ത്രിക്കുന്ന, അതായത് ഈ ഭൗതിക ലോകത്തെ ഭരിക്കുന്ന കാണാത്ത ആത്മരാജ്യത്തെ, അതായത് വചനത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുമോ, എപ്പോൾ നാം അങ്ങനെ പ്രവർത്തിക്കുമോ, അപ്പോൾ മാത്രമേ നാം യേശുവിനെ പോലെ ലോകത്തിന് അസാധ്യമെന്നും അത്ഭുതമെന്നും തോന്നുന്ന അപൂർവ കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാനായി കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവരാജ്യം നമ്മിലൂടെ ലോകത്തിനും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ ദൈവരാജ്യം മഹത്വപ്പെടുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന ഏത് വിഷയമുണ്ടോ, ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, നാം ഈ ലോകത്തിനുള്ളവരല്ല. വേദപുസ്തകം പറയുന്നു, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. യേശു ചെയ്തതുപോലെ അദൃശ്യ ലോകത്ത് നിന്നുകൊണ്ട് ദൃശ്യലോകത്ത് പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം. ലോകമക്കളെ പോലെ ഈ ജീവിക്കുന്ന കാലത്ത് നാം 1-ാം സ്ഥാനം ലോകത്തിനാണ് കൊടുത്തിരുന്നത്. എന്നാൽ പുതുതായി ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും അവർ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. 1 യോഹന്നാൻ 2:17 പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. ആത്മലോകത്തിൽ 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് ദൈവരാജ്യവും മറ്റൊന്ന് പിശാചിൻ്റെ രാജ്യവും. നാം ജഡീകന്മാരായി ലോകപരമായി ചിന്തിക്കുമ്പോൾ പിശാചിൻ്റെ രാജ്യത്തിനും, എന്നാൽ ദൈവ വചനപ്രകാരം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിനുമാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരം ഈ ലോകരാജ്യത്തിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഉദാഹരണത്തിന് പൗലൂസിന്റെ ജീവൻ നോക്കുള്ളൂ. പൗലൂസ് ദൈവരാജ്യമാണ് ആദ്യം കണ്ടിരുന്നത്.
അതായത് ദൈവരാജ്യത്തിലൂടെ ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ നിന്നുകൊണ്ട് ഈ ലോകത്തെ കാണുവാൻ സാധിച്ചു. മത്തായി 12:34 പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. അതായത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ഈ ശരീരം ഈ ലോകത്തിൽ കാണുമ്പോൾ, നാം ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നാം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവവചനത്തിൽ ജീവിക്കുവാനായി തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ രീതി, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഭാവം എല്ലാം മാറുവാനായി കഴിയും. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. പ്രിയരെ, നാം ഒന്നാം സ്ഥാനം എന്തിനാണ് കൊടുക്കുന്നത്? യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദൈവരാജ്യത്തിലുള്ള ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, സംതൃപ്തി, ആശ്വാസം, ഹല്ലേലൂയ, അതുപോലെ യേശുവിലൂടെ നടന്ന അസാധ്യമായ കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരണമെങ്കിൽ നാം ഒന്നാമതായി നാം ചെയ്യേണ്ടത് ഈ ലോകത്തിലുള്ള നന്മകൾക്കല്ല, ഈ ലോകത്തിൻ്റെ പിറകെയല്ല, ഈ ജഡ സ്വഭാവത്തിൻ്റെ പ്രവൃത്തികളിലല്ല, നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവകരങ്ങൾ നാം സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു വിജയകരമായ ജീവിതം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ഹല്ലേലൂയ ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനായി കഴിയും. നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ആമേൻ ആ ദൈവരാജ്യത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും അനുഭവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കാമോ? അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവികമായ സമാധാനവും സ്വസ്ഥതയും അനുഭവിച്ച് അനുഗ്രഹപ്രദമായ ഒരു ജീവിതത്തിനുടമകളായി തീരും. ഭാരപ്പെടുന്നവരാണോ, നിരാശപ്പെടുന്നവരാണോ, ആകുലതയിൽ നാം ജീവിക്കുകയാണോ, ഇന്ന് തന്നെ ദൈവരാജ്യത്തിന്, ദൈവവചനത്തിന് ആമേൻ ഹല്ലേലൂയ ദൈവികമായ ആ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്ത് ഒരു സമർപ്പണത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും ഈ ദൈവശക്തി വ്യാപരിക്കുവാൻ, ആമേൻ ദൈവികമായ നന്മകൾ ആമേൻ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും കർത്താവേ അവിടുത്തെ സാന്നിധ്യം പകരണമേ. ഹാലേലൂയ, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഹാലേലൂയ ദൈവികമായ സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രാപിപ്പാൻ, ദൈവരാജ്യത്തിലെ നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. ഏത് വിഷയത്തിൽ വചനം കേൾക്കുന്നവർ ഭാരപ്പെട്ടിരിക്കുന്നു കർത്താവെ, ആ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവെച്ച് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന വലിയ പ്രവൃത്തിയുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണയിൽ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കും. കൃപയിൽ പൊതിയും മൂടി മറയ്ക്കും. ബലമുള്ള കരങ്ങൾ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.